കൃഷ്ണഭഗവാന്റെ പെരുന്നാൾ സുദിനത്തിൽ അമ്പാടിയായിരിക്കുകയാണ് നാടും നഗരവും. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകളുടെ മനോഹരമായ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. ഡൽഹിയിലും ശോഭയാത്ര മനോഹരമായി തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദൻ, കൃഷ്ണന്മാരും രാധമാരും ഇങ്ങനെ നിറങ്ങളിൽ ആറാടി നിൽക്കുമ്പോൾ ആ ഒരു മഹാശോഭയാത്രയുടെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ സ്വന്തം നന്ദഗോപനും ചേരുകയാണ്. നന്ദൻ, എന്തൊക്കെയാണ് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ? സുരേഷ്, വലിയ ആഘോഷമാണ് രാജ്യതലസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞാനിപ്പോൾ ആർ കെ പുരത്താണുള്ളത്. ആർ കെ പുരത്തെ ഏറെ മലയാളികളുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല, ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലാകെ 27 ഇടങ്ങളിലാണ് വലിയ ശോഭയാത്രകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഡൽഹിയിലെ ആർ കെ പുരം അയ്യപ്പ ക്ഷേത്രം തന്നെയാണ്. അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശോഭയാത്രയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും ഈ ശോഭായാത്രയിൽ ഭാരതാംബയുടെ ഒരു ദൃശ്യം, തുറന്ന ജീപ്പിൽ ഭാരതാംബയുടെ ദൃശ്യമുണ്ട്. മാത്രമല്ല, പിന്നാലെ വലിയ കാവടി ഘോഷയാത്രയും നടക്കുന്നു. ഭാരതാംബയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. തുറന്ന ജീപ്പിലാണ് ഭാരതാംബയെ അണിയിച്ച് ഒരുക്കി നിൽക്കിയിട്ടുള്ളത്. ഈ ശ്രീകൃഷ്ണ ജയന്തി അത് ഈ നാടിന്റെ ആകെ ഉത്സവമാണ്. ആ ഒരു പ്രതീകം കൂടിയാണ് ഇവിടെ ഭാരതാംബയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കാണാം, ഇവിടെ കൊച്ചുകുട്ടികളടക്കമുള്ളവർ കാവടി ഘോഷയാത്രയും ഇതിനോടൊപ്പം നിൽക്കുന്നു. നമുക്കറിയാം, വലിയ ആവേശത്തിലാണ് കൊച്ചുകുട്ടികളടക്കം. ഈ രാജ്യ തലസ്ഥാനത്ത് അന്യദേശത്ത് വന്ന് തൊഴിലിനായി എത്തപ്പെട്ടവരാണ്. എന്നാൽ തന്നെയും അവർ അവരുടെ ഒരു സംസ്കാരം, ഏത് ദേശത്ത് പോയാലും തങ്ങളുടെ നാടിന്റെ ഒരു സംസ്കാരം പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് മലയാളികളുടെ പ്രത്യേകതയാണ്. അത്തരമൊരു പ്രതിഫലനമാണ് രാജ്യ തലസ്ഥാനത്ത് നമുക്കിപ്പോൾ ഈ ആർ കെ പുരത്ത് കാണാൻ കഴിയുന്നത്. വലിയ ആഘോഷമാണ്. നൂറുകണക്കിന് അമ്മമാരുണ്ട്. ഞാൻ ഈ വലിയ ഘോഷയാത്രയുടെ ഏറ്റവും പിന്നിലായാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുന്നിലായി അമ്മമാരുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഗോപികമാരും ഗോപകന്മാരും ഒക്കെ തന്നെ ഇതിനോട് അണിനിരക്കുന്നുണ്ട്. നൂറുകണക്കിന് മലയാളികളാണ് ഇതിനൊപ്പം അണിനിരക്കുന്നത്. ഇതിനൊപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി കാണാൻ കഴിയും ഒരു ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി രൂപത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ ആ ഒരു ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ഇതിൽ കാണാൻ കഴിയും. അവിടെ ധനുസ്സേണ്ടി നിൽക്കുന്ന അർജുനനെ കാണാൻ കഴിയും. വലിയ നിശ്ചല ദൃശ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റെവിടെയും കാണാത്ത രീതിയിൽ വലിയ രീതിയിൽ വർണ്ണാഭമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറെ പ്രത്യേകത. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രണ്ട് വെള്ള കുതിരകളെ പൂട്ടിയ കുതിരവണ്ടിയിൽ പാർത്ഥസാരഥിയായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഈ ഘോഷയാത്രയിൽ ഉടനീളം കുട്ടികളുടെ ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിൽ കുട്ടികളുടെ ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചുകുട്ടികളടക്കം നിരവധി ആൾക്കാർ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ കൊച്ചുകുട്ടികൾ താളത്തിനൊത്ത് നൃത്തം ചെയ്ത് ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുമ്പോൾ അത് കാണാൻ തന്നെ മറ്റൊരു ചേലാണ്. പ്രത്യേകിച്ച് അന്യദേശത്താണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി എല്ലാവരും ആഘോഷിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഭക്തർ ആഘോഷിക്കുന്നുവെങ്കിലും മലയാളികൾ ഇത്രത്തോളം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയധികം വലിയ ആഘോഷങ്ങൾ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് കാണത്തില്ല. മാത്രമല്ല, ബാലഗോകുലം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷം അത് ഡൽഹിയിലും അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരും ഇതിനോടൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ബാലഗോകുലം എത്ര ഇടങ്ങളിലാണ് ഇവിടെ ഡൽഹിയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്? ബാലഗോകുലം ഡൽഹി NCR 27ഓളം സ്ഥലങ്ങളിൽ ഇന്ന് വളരെ ഗംഭീരമായിട്ട് ശോഭയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. 27ഓളം സ്ഥലങ്ങളിൽ അവിടെ എല്ലാവരും ഈ വലിയൊരു അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടാവും. നൂറുകണക്കിന് പല സ്ഥലങ്ങളും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മൈവാർ ഫേസ് 3 പോലെയുള്ള സ്ഥലങ്ങളിൽ 1000-ലധികം പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ശ്രീകൃഷ്ണ വേഷങ്ങളും രാധാവേഷങ്ങളുമായിട്ട് ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ആയിരക്കണക്കിന് കുട്ടികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അത് തന്നെയാണ് സംഘാടകർ സൂചിപ്പിച്ച പോലെ ഡൽഹിയിൽ 27 ഇടങ്ങളിലായി ആയിരക്കണക്കിന് ഭക്തർ അണിനിരന്നുകൊണ്ടുള്ള ശോഭായാത്ര വിവിധ ഇടങ്ങളിൽ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഡൽഹിയിലെ ആർ കെ പുരം അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മഹാശോഭായാത്രകളാണ്. വിവിധ ഇടങ്ങളിൽ ചെറു ശോഭായാത്രകൾ എത്തി ഈ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം മഹാശോഭായാത്രയിൽ ലയിച്ചുകൊണ്ടുള്ള വലിയ ഒരു ആഘോഷം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഒപ്പം ഡൽഹിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ഉത്തർ മയൂർ വിഹാർ ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ്. കേരളത്തിന് പുറത്ത് ഒരു ഗുരുവായൂരപ്പൻ
ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം, അത് മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ്. അവിടെയും വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഉറിയടിയൊക്കെ തന്നെ അവിടെയും വലിയ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നു. വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ എല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് കേരളവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ഡൽഹിയിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രമുണ്ട്, അതേപോലെ തന്നെ മയൂർ വിഹാർ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. രാവിലെ മുതൽ തന്നെ ഇവിടെ ദർശനത്തിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രം ഇതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റോടുമായി നിരവധി മലയാളികളുള്ള സ്ഥലമാണ്. അതിനാൽ തന്നെ മലയാളികളുടെ ഒരു സാന്നിധ്യം ഈ ആഘോഷത്തിൽ വളരെ വ്യക്തമാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നിരവധി അമ്മമാർ, അതേപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെ താലപ്പൊലി എടുത്തുകൊണ്ട് ശ്രീകൃഷ്ണ വേഷധാരികളായി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യ തലസ്ഥാനത്ത് ഏതാണ്ട് 27ഓളം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ശോഭയാത്ര പുരോഗമിക്കുന്നത് അല്ലേ? ഒപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ, കാവടിയാട്ടം അടക്കമുള്ള രൂപങ്ങൾ, നൃത്തരൂപങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും കണ്ടു നിൽക്കുന്നവർക്ക് കൺകുളിർക്കെ കാണാനുള്ള വിഭവങ്ങളുമായിട്ടാണ് ഈ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള ശോഭയാത്ര പുരോഗമിക്കുന്നത് അല്ലേ? സാന്നിധ്യം ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കേരളത്തിലല്ല നടക്കുന്നത്, മറിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഇത്തരം ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലയാളികളുടെ ഒരു പ്രത്യേകത, അവർ ഏത് ദേശത്ത് പോയാലും തങ്ങളുടെ ദേശത്തെയും സംസ്കാരത്തെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നു, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ആഘോഷങ്ങൾ, ജന്മാഷ്ടമി നമുക്കറിയാം ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർ ആഘോഷിക്കുന്നു. എന്നാൽ സംഘപരിവാർ സംഘടനയായ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വലിയ വിശാലമായ ആഘോഷങ്ങളാണ് എവിടെയും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ ഡൽഹിയിലും ഇത്രയധികം ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കേരളത്തിൽ നിന്നും ജോലിക്കായി അന്യദേശത്ത് എത്തിയവരാണ്. അവരിത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. മാത്രമല്ല അവരുടെ കുട്ടികളെയും ഈ ആഘോഷങ്ങളുടെ ഭാഗമാക്കുന്നു. വരും തലമുറയ്ക്ക് ഈ സംസ്കാരം പകർന്നു നൽകുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഓരോ മാതാപിതാക്കളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ബാലഗോകുലത്തിന്റെ ഡൽഹിയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിരവധി ബാലസംഘങ്ങൾ ഇവിടെ രൂപീകരിച്ച് കുട്ടികളെ ഭാരതത്തിന്റെ പാരമ്പര്യവും അതേപോലെ തന്നെ ഭാരതത്തിന്റെ വിശ്വാസവും ഒക്കെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നിറയ്ക്കുക, ആശയം ഉള്ളിലേക്ക് നിറയ്ക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ബാലഗോകുലം വലിയ വരുന്നു. ആ പ്രവർത്തനത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഇവിടെ കാണാൻ ുന്നത്. അന്യദേശമായിരുന്നിട്ട് കൂടി നൂറുകണക്കിന് സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അവർ അവരുടെ കുട്ടികളുമായി ഇവിടെ എത്തി വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ഇതല്ല ശരിക്കും ഇനി മഹാശോഭായാത്രയിലേക്ക് ഈ ചെറു ശോഭായാത്ര ലയിക്കുകയാണ്. അവിടെ ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഉറിയടി അടക്കമുള്ള വലിയ കാഴ്ച ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. അവിടേക്കാണ് ഈ ഘോഷയാത്ര, ഈ ശോഭായാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാൻ കൊച്ചു ഉണ്ണിക്കണ്ണന്മാരെ കാണാൻ കഴിയും. ഇന്ന് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥ ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം പ്രതികൂല കാലാവസ്ഥയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഈ ശോഭായാത്രയിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ 27 ഇടങ്ങളിൽ ഇത്തരം ശോഭായാത്രകൾ നടക്കുന്നു എന്നുള്ളതാണ്. 27 ഇടങ്ങളിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം ശോഭായാത്രകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്കും നഗരത്തിൽ ഇതിന്റെ ഭാഗമായി അനുഭവപ്പെടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ചെറു ശോഭായാത്രകൾ വലിയ ശോഭായാത്രയിലേക്ക് ലയിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ഈ സമയമായിട്ട് കൂടി വെളിച്ചത്തിന് യാതൊരു കുറവുമില്ല, നല്ല വെളിച്ചത്തിൽ തന്നെ നിൽക്കുന്നു. നേരത്തെ അല്പസമയം മുമ്പ് ചെറിയ കാലാവസ്ഥാ പ്രശ്നങ്ങളും വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരുപക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ആകണം ഇപ്പോൾ ഈ അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നു. കുട്ടികൾക്കും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ വളരെ സുഗമമായി ഈ ശോഭയാത്രയിൽ പങ്കെടുക്കാൻ കഴിയുന്ന അവസരമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബാലഗോകുലം ഡൽഹി NCRന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശോഭായാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. 27 ഇടങ്ങളിൽ ഇത്തരത്തിൽ ശോഭായാത്ര സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഡൽഹിയിലെ ബാലഗോകുലത്തിന്റെ സംഘടനാ മികവ് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഈ 27 ഇടങ്ങളിലും കുട്ടികളുടെ വലിയ ഒരു സാന്നിധ്യം തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചെണ്ടമേളമടക്കമുള്ള വാദ്യമേളങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലും ആഘോഷങ്ങൾക്ക്
ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറവുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകാം. വലിയ ഒരു ജനപങ്കാളിത്തം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മാത്രമല്ല കാവിക്കൊടിയുടെ ഒരു വലിയ സാഗരം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക്, ഇതിനു ചുറ്റിനും നിൽക്കുന്ന ഈ സമീപ പ്രദേശത്തുള്ള വിവിധ ദേശക്കാരുണ്ട്, പല സംസ്ഥാനക്കാരുണ്ട്. അവരൊക്കെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതാണ്. എന്നാൽ ഇത്തരമൊരു ആഘോഷം അത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മാത്രമാണ്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ശോഭായാത്രയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇതിൽ കൂടുതലും അണിനിരക്കുന്നത് ഇവിടെ ജോലിക്കെത്തിയ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഇതിൽ അണിനിരക്കുന്നുണ്ട്. മറ്റ് പല ജോലികളിലുമായി ബന്ധപ്പെട്ട് കേരളം വിട്ട് ഡൽഹി തലസ്ഥാനത്തേക്ക്, രാജ്യ തലസ്ഥാനത്തേക്ക് ചേക്കേറിയവരാണിവർ. അപ്പോഴും അവർ അവരുടെ പാരമ്പര്യം, അവരുടെ ആശയങ്ങൾ, അവരുടെ സംസ്കാരമൊക്കെ തന്നെ മുറുകെ പിടിക്കുന്നു എന്നതിന്റെ ഉത്തമമായ തെളിവാണ്. നമുക്കറിയാം ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും അല്ലെങ്കിൽ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലെ 27 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള ശോഭയാത്രകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി വിവിധ കേന്ദ്രങ്ങളിൽ മനോഹരമായ കാഴ്ചകളുമായി ശോഭയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.